ശ്രീഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. വൈശാഖമാത്മ്യം കിളിപ്പാട്ട് സപ്തമാധ്യായം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമദേവ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുധാ ജയ. അത് ഗോതികയുടെ സ്വർഗപ്രാപ്തിയെ കണ്ടു മിഥിലാധിപ നൃപൻ വിസ്മയപ്പെട്ടു പാരം. ശുദ്ധദേവനാം മുനിതൻ പാദം കൂപ്പിത്തൊഴുത് അതിവാഞ്ചയാ ചോദിച്ചിടിനാൻ ഭക്തിയോടെ. മാമുനെ ഭവാനേത്യ ഏതോ ധർമ്മത്താൽ ഇന്നു വേഗാൽ ശ്രീമതാം വരദാനമിച്ഛാവോ സുരൻ തന്നെ. നാഗത്തിൻ അയച്ചോരോ പുണ്യവൈഭവം കേൾപ്പാൻ ആകാംക്ഷ പാരമുണ്ടോ മനസ്സേ നമുക്കിപ്പോൾ. ഭൂപതി ഭക്തിയോടും ഇങ്ങനെ ചോദിച്ചപ്പോൾ താപസോത്തമൻ തെളിഞ്ഞരുളി ചെയ്താനേവം. കേൾക്കനീ വൈശാഖ ധർമ്മത്താൽ ഉദ്ധരിച്ചേൻ ഞാൻ ദുഃഖത്തിൽ നിന്നു ധർമ്മശീലനം ഭൂപാലനെ. തൽക്കാല മുഖ്യഭേദം കേൾക്കണമെന്നാകിൽ ഇന്നൊക്കവേ സംക്ഷേപിച്ചു ചൊല്ലുവൻ നരപതേ. സ്നാനവും ശൗചം തഥാ സന്ധ്യാതർപ്പണം ശ്രാദ്ധം നൂനം വൈശാഖധർമ്മം അഗ്നിഹോത്രവുമിവ ചെയ്യാഞ്ഞാൽ അധോഗതി വന്നിടുമിതുപോലെ. ചെയ്താൽ നന്മകൾ വരും അന്യധർമ്മങ്ങൾക്കെല്ലാം. രാജാവില്ലാതെയുള്ള പ്രജകളെന്ന പോലെ രാജൻ വൈശാഖഹീന കർമ്മങ്ങൾക്കോ അനുദിനം സഫലമില്ലെന്നല്ല ദോഷങ്ങളാക്രമിക്കും. സുഫലമാകും വൈശാഖത്തെ അങ്ങനുഷ്ഠിച്ചാൽ ഉദകകുംഭം പ്രഭാദാനവും പ്രതിച്ഛായ സുദൃഢം നിർമ്മിക്കയും പലക ചെരിപ്പാതി കുടയും ചുവട്ടിയും തിലവും മധു പിന്നെ അഷ്ടദേശാഭൂപാതി ഗോരസാവലികളും അൻപുറ്റോദാനം കിണർക്കുളവും വാപി വഴിയമ്പലം ഇവ നിർമ്മിക്കുകയും വഴി തന്നിൽ കരിമ്പും കരിമ്പടം വസ്ത്രാദി നാളികേരം അരി കർപ്പൂര സുഗന്ധാനുലേപനം വസ്ത്രം ഉപദാനങ്ങൾ ശയ്യ ഖട്വാദി ചൂതഫലം നൃപതീമണേ കേൾക്ക പനസഫലം തഥാ അന്നവും വിഷ്ടം ജലം സായാന്ന ഗുളോദേകം നന്നു ചിത്രണം പൗർണമാസി തദ്ധ്യന്നം തഥാ ചാരുതാംബൂലദാനം എപ്പോഴും യോഗ്യം തന്നെ. വീരാ കേൾകരീരകം മുഖ്യതാ ചൈത്രദർശേ വ്രതസ്നാനവും അർക്കനും ഉദിക്കുന്നതിന് മുൻപേ മാധവൻ തന്നെ പൂജിച്ചിടുക വേണം. പിന്നെ മാധവ മാസ മഹാത്മ്യങ്ങൾ കേൾക്കുകയും പിന്നെ മാധവധ്യാനമുള്ളിൽ ഉറപ്പിക്കുകയും ഭക്ത്യാ ആശനം അശനം തൈലം എന്നിവ വർജിക്കേണം. കാലികൾക്കേറ്റം തൃണം കമലം കൊടുക്കേണം. കാൽ കഴിച്ചിടണം അതിഥി പൂജാദിയും കാലേ ചെയ്യണം വിപ്രജാതിക്കെന്നറികനീ. മരിച ലവണങ്ങൾ സീതാ സംയുതഭീഷ്ടം സരസംഭൂഭുക്തം മാധവേദാനം ശുഭം നിത്യം. ദധി സംയുത നീദ്യം തൽക്കാലേ ഹരിപൂജയ്ക്കധികം ഫലമുണ്ടെന്നറിക മഹാത്മാവേ. നാരിമാർ തദ് വൈശാഖേ അച്യുതം അർച്ചയാഞ്ഞാൽ ചാരുസൗഖ്യവും നല്ല പുത്രരും വർദ്ധിച്ചിടാ. ധന്യമാം പുത്രസുഖം ഭർത്താവിനായുർബലം എന്നിവ സിദ്ധിച്ചിടും വൈശാഖ ധർമ്മം ചെയ്താൽ. ലക്ഷ്മീശൻ ധർമ്മദാന ഭേദങ്ങൾ ഓരോ നീക്ഷണം ചെയ്വാനെഴുന്നെള്ളിയിടും പ്രജാഗൃഹേ. വാരിജാക്ഷനെ തത്ര സേവ ചെയ്തിടാത്തവർ രൗരവമായിടുന്ന നരകം പ്രാപിച്ചിടും. അഞ്ചുണ്ടു ജന്മം പുരനവനോ ഗർദഭമായി ചഞ്ചലമില്ല ഭൂമി വല്ലവാധരിച്ചാലും. അന്നദാനവും ജലദാനവും വിശേഷിച്ചോ ധന്യരാം വിപ്രന്മാർക്കോ ചെയ്യണമതു ചെയ്യും. പ്രാണികൾക്കെല്ലാം പ്രാണരക്ഷണം ഇവ രണ്ടും ക്ഷോണീനായിക നൽകിയിടായിൽ എത്രയും കഷ്ടം.
രണ്ടിൻ്റെ ഫലങ്ങളും പണ്ടു ഞാൻ കണ്ടോ. ഒന്നിലുണ്ടായോരിണ്ടലിന്നോ മുണ്ടുമെൻ മനക്കാമ്പിൽ മൽപിതാപിശാചമായി ഘർമാർക്കരശ്മിയേറ്റു നിഴൽ കൂടാതവനെ വിശപ്പോ പുറായികയാൽ തന്മുടെ മാംസം ഖണ്ഡിച്ചശനം ചെയ്തു ദാഹം വന്നു വർദ്ധിച്ചിടുന്നതേതുമേ സയ്യാഞ്ഞം ശതാലി വൃക്ഷമൂലെ വർത്തിച്ചിടുന്ന കാലം വിസ്മയമതിൽ പരമിനിയും കേൾക്ക ഭവാൻ. പണ്ടു ചെയ്തോരോ ദോഷവൃത്തി കൊണ്ടവരുടെ കണ്ടദേശാന്തേയൊരു സുഷിരമുണ്ടായി വന്നു. ഉള്ള പൈതാഹം പൊറാഞ്ഞങ്ങിനെ നോക്കുന്നേരം വെള്ളമെല്ലാമേ വിഷമെന്നുള്ളിൽ തോന്നുമപ്പോൾ ചിത്തഭ്രാന്ത്യാമ്പൂ കിഞ്ചിൽ സേവിച്ചിടുകൾ പിന്നെ വക്ത്രത്തിലായാൽ കണ്ട സുഷിരേ ധൂളിച്ചിടും. ദുസ്സഹം ഭുജിക്കുമ്പോൾ തൽ സുഷിരാന്റെയൊരു മാംസഖണ്ഡവും ബുക്കു തടഞ്ഞു നിന്നു തഥാ. കീഴ്പോട്ടു മധു പിന്നെ മേൽപോട്ടും ഗമിയാഞ്ഞു. വായ്പേറും ദുഃഖം പറഞ്ഞിടുവാനാളല്ല ഞാൻ. പിടഞ്ഞു വീണു കിടന്നുരുണ്ടും വിരണ്ടവൻ കുടഞ്ഞു മെഴുന്നേറ്റു മറിഞ്ഞു വീണും പിന്നെ കരഞ്ഞു കരഞ്ഞവൻ ഖേദിച്ച പ്രകാരങ്ങൾ പറഞ്ഞാലൊടുങ്ങാമോ ദുഷ്കൃത വൈഭവങ്ങൾ. അങ്ങിനെ ചിലതനം കഴിഞ്ഞോരനന്തരം ഗംഗാസ്നാനാർത്ഥം പുറപ്പെട്ടതു ഞാനുമെടോ. മാർഗത്തിൽ എന്നെ കണ്ടു തരസാ ഭക്ഷിപ്പാനായി ആഗ്രഹത്തോടു പാരമൂടി എത്തിയ നേരം എങ്കിലുള്ളൊരു മഹാബ്രഹ്മ തേജസ്സു കണ്ടു സങ്കടത്തോടു പാരം ഭയപ്പെട്ട അവനൊരു ഘോരമാം പിശാചത്തോടിങ്ങനെ ചൊന്നേനഹം. ഭീരുത കളഞ്ഞത്ര നിൽക്ക നീ പേടിക്കേണ്ട. എന്നാൽ ഇല്ലൊരു ബാധ നിനക്കെന്നറിഞ്ഞാലും നിന്നാലും ചില വാർത്ത കേൾപ്പാനായി ചോദിക്കുന്നേൻ. ആരെടോ ഭവാൻ എന്തോ ദുഃഖം ചൊൽകുന്നതു കേട്ടു. ചാരവേ വന്നു പുനരെന്നോടു ചൊന്നാനേവം. ആനർത്ത ദേശത്തിങ്കൽ ഭൂവര ഗ്രാമീപുരാ ഊനം കൂടാതെയുള്ള സംസ്കൃതി ഗോത്രത്തിങ്കൽ മൈത്രനെന്നെനിക്കു പേർ. ഭൂദേവോത്തമാനഹം ശ്രോത്രിയനായേൻ ബഹുശിഷ്യസമ്പത്തും ഉണ്ടായി. ജ്ഞാനദാനാദി തപോ നിഷ്ഠയാ വസിച്ചേൻ ഞാൻ. ഊനമന്യേ സർവതീർത്ഥവുമാടിയിടിനേൻ. അന്നദാനം ഞാനൊട്ടും വൈശാഖേ ചെയ്യായ്കയാൽ വന്നകപ്പെട്ടു താപമിങ്ങനെ നമുക്കഹോ. സുതദേവനെന്നൊരു സുതനുണ്ടല്ലോ മമ മതിമാനവനോടു മദ്വിശേഷങ്ങളെല്ലാം പറഞ്ഞു ബോധിപ്പിച്ചു. വൈശാഖസ്നാനത്തെ ഞാൻ കുറഞ്ഞിടാതെ ഭക്ത്യാ വിഷ്ണു പൂജയും പിന്നെ അതിഥി പൂജ ഫലദാനവും ചെയ്യിപ്പിച്ചാൽ വ്യഥകൾ തീർന്നു വിഷ്ണു സായുജ്യം ലഭിച്ചിടും. ഇതിന്നു ഭവാൻ എന്നെ കുറിച്ചു കൃപ വേണം. അതിന്നും ബഹുപുണ്യം വർദ്ധിക്കുമെന്നെ വേണ്ടു. അത് കേട്ടുടൻ ഭൂമോ പതിച്ചേനതികേതാൽ അതി ദുഷ്കൃതിയെന്നു നിനച്ചേൻ എന്നെ തന്നെ. മതിതാപവും ഉള്ളിലടക്കി പിന്നെ ചൊന്നൻ സുതനായതു തവ ഞാനെന്നു ധരിച്ചാലും സ്മൃതികളെല്ലാം ധരിച്ചിരിക്കും എനിക്കാശു പിതൃസങ്കടം തീർപ്പാൻ ആളല്ലാത്തതു മൂലം. അജ്ഞാനിയായോരു ഞാൻ എന്തിനീ ചെയ്യേണ്ടതെന്ന് ആജ്ഞ ചെയ്താലും മടി കൂടാതെ ചെയ്തിടുവൻ. നന്ദനെന്നു കേട്ടു നന്ദിച്ചു പിശാചനും നന്നായിട്ടനുഗ്രഹിച്ചിങ്ങനെ ചൊല്ലിയിടിനാൻ. വൈകാതെ ചെന്നു ഭവൻ വൈശാഖസ്നാനം ചെയ്തു കേശവാർച്ചനം പിന്നെ അതിഥി പൂജാദിയും എന്നെയും ചിന്തിച്ചു ചെയ്തിടുക എന്നാലുടൻ തീർന്നിടുമെൻ്റെ ദുഃഖമൊക്കെയും കുമാരാകേൾ. എന്നുര ചെയ്തോർ പിതാ തന്നെയും വണങ്ങി ഞാൻ ചെന്നുമൽ ഗൃഹം പൊക്കു വന്നിരോ തൽക്കാലവും. വിരിച്ച വണ്ണം തന്നെ വൈശാഖമനുഷ്ഠിച്ചേൻ ത്യജിച്ചു പിശാചദേഹത്തെയും മമ പിതാ. ധരിച്ച ദിവ്യരൂപത്തോടു മൽഗൃഹേ വന്നു വധിച്ചു വിശേഷങ്ങൾ ഓരോന്നേ പിന്നെ അനുഗ്രഹിച്ചു തേരിലേറ്റി ഗമിച്ചു. മറവോളം മിഴിച്ചു നിന്നു കണ്ടേൻ ധരിച്ചിടുക ഭൂവാം. അന്നദാനത്തിൻ ഫലം ഇങ്ങനെ കണ്ടേനല്ലോ മന്നവാ കേട്ടു കേൾ ഇനി യല്ലിതു സത്യമത്രേ. മാധവമാസേ ജലദാനവും അന്നദാനം മാധവനേറ്റം പ്രിയം സേവിക്ക ചൊന്നവണ്ണം.
സർവപാപങ്ങളറ്റു വിഷ്ണു സായുജ്യം വരും. ഉർവീശ പുനരീൻ ഇനി എന്തു കേൾക്കേണ്ടു സഖേ. സ്കാന്ദമാം പുരാണത്തിൽ വൈശാഖ മഹാത്മ്യത്തെ ഖിന്നത നീങ്ങിടുവാൻ ഏഴധ്യായവും. ഇതി വൈശാഖമാഹാത്മ്യേ സപ്തമോऽധ്യായः. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ. ഗോവിന്ദ ശിവരാമദേവ ദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. ഓം ശ്രീ മഹാവിഷ്ണവേ നമോ നമഃ.